ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ്. അതായത് മെയിനായിട്ടും 4 ക്വസ്റ്റ്യനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദ ക്വസ്റ്റ്യൻസ് ആർ: വാട്ട് ഈസ് എ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹൗ ടു യൂസ് ദ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹു ഇൻവെൻറ്റഡ് ദ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ആൻഡ് വൈ വി യൂസ് ദ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ 4 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യന്: വാട്ട് ഈസ് എ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് എ യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് നിങ്ങളൊരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോർമലി എഴുതാറ് ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് യൂസ് ചെയ്തിട്ടാണ് ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുക. അതായത് യൂസറിന് ഈസി ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് ബേസിക്കായിട്ട് വേണ്ടത് ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് വേണ്ടത്. ഒരു പ്രോഗ്രാം ചെയ്യാൻ ബേസിക്കായിട്ട് വേണ്ടത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പാഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേർഡ് പാഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലിനക്സിൽ നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സ് അവൈലബിൾ ആണ്. അതായത് നാനോ എഡിറ്റർ ഉണ്ട്, ജി എഡിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, വി ഐ എഡിറ്റർ ഉണ്ട്, വിം എഡിറ്റർ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡിറ്റേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം സേവ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫയൽ അല്ലെങ്കിൽ ആ സി പ്രോഗ്രാം നിങ്ങൾ കമ്പൈൽ ചെയ്യണം. അതിന് നിങ്ങൾ മെഷീനകത്തൊരു സിയുടെ കമ്പൈലർ അത്യാവശ്യമായിട്ട് വേണ്ടി വരും. നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീനകത്ത് ടർബോ സി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലിനക്സിൽ ഓൾറെഡി ജി സി സി എന്ന് പറഞ്ഞൊരു കമ്പൈലർ അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ സി സി എന്ന് പറഞ്ഞൊരു കമ്പൈലർ അവൈലബിൾ ആയിരിക്കും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ പറ്റും. കമ്പൈലേഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡ്. ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ പറ്റും. അത് മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഗ്രാം സി പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ അത്യാവശ്യമായിട്ട് വേണ്ടി വരും. സോ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ സി പ്രോഗ്രാം? സി പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഓർ യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിന് അറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യും? പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് അതൊരു .c എക്സ്റ്റൻഷനുള്ളൊരു ഫയലായിട്ട് സേവ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഹു ഇൻവെൻറ്റഡ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻവെൻറ്റ് ചെയ്തത് ഡെന്നിസ് റിച്ചി എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻവെൻറ്റ് ചെയ്തത്. ഡെന്നിസ് റിച്ചി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്. അയാൾ AT&T എന്ന് പറഞ്ഞ കമ്പനിയിൽ ബെൽ ലാബ്സിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ ടൈമിൽ 1978 സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കമ്പൈലർ അയാൾ ഇൻവെൻറ്റ് ചെയ്തത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൈ വി യൂസ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? നിങ്ങൾക്കറിയാം, ഇന്ന് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആപ്ലിക്കേഷനും സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നോർമലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അത് പല ടൈപ്പ് ആപ്ലിക്കേഷൻ ആകാം. ഒന്നെങ്കിൽ അത് സിസ്റ്റം ലെവൽ ആപ്ലിക്കേഷൻ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെഗുലർ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനാകാം. സോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഡ്രൈവേഴ്സും അല്ലെങ്കിൽ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഗേറ്റ് വേ സ്ക്രിപ്റ്റ്സ്, ദെൻ ഗെയിം ആപ്ലിക്കേഷൻസ്, ദെൻ ഡിവൈസ് ഡ്രൈവേഴ്സ്, ഇതുപോലുള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നോർമലി ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിനായിട്ടും പഠിക്കുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഹൗ വി യൂസ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? എങ്ങനെയാണ് ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് 3 രീതിയിൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു എഡിറ്ററാണ്, ടെക്സ്റ്റ് എഡിറ്ററാണ്.
ഈ ടെക്സ്റ്റ് എഡിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പ്രോഗ്രാം ടൈപ്പ് ചെയ്യും. ഒരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, സെറ്റ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് ആണ്. ഈ കോഡ് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ഫയലിനകത്ത് ടൈപ്പ് ചെയ്യും. എന്നിട്ട് അതൊരു .c എക്സ്റ്റൻഷനായിട്ട് ഫയലിനെ സേവ് ചെയ്യും. നിങ്ങൾക്കറിയാം പല ടൈപ്പ് എക്സ്റ്റൻഷനിലുള്ള ഫയൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മ്യൂസിക് ഫയലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് .mp3 ഫോർമാറ്റിൽ സേവ് ചെയ്യും, അല്ലെങ്കിൽ .wav വേവ് ഫോർമാറ്റിലുള്ള ഫയൽ അവൈലബിൾ ആണ്. ഇനി സപ്പോസ് ഇതൊരു ഇമേജ് ഫയലാണെങ്കിൽ ഒന്നുകിൽ അത് JPG ഫയലാകാം, അല്ലെങ്കിൽ ഒരു ബിറ്റ് മാപ്പ് ഫയലാകാം. അങ്ങനെ പല ടൈപ്പിലുള്ള എക്സ്റ്റൻഷൻസ്, അല്ലെങ്കിൽ ഒരു PNG ടൈപ്പ് ഫയലാകാം. അങ്ങനെ പല ടൈപ്പ് ഫയൽസ് അവൈലബിൾ ആണ് ഇമേജ് ഫയലാണെന്നുണ്ടെങ്കിൽ. ഇതുപോലെ നിങ്ങളൊരു C പ്രോഗ്രാമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോഗ്രാമിനെ .c എന്നുള്ള എക്സ്റ്റൻഷനിലാണ് ഫയലിനെ സേവ് ചെയ്യുക. ഇനി സപ്പോസ് നിങ്ങളൊരു ജാവ പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ .java എന്നുള്ള ഫയൽ നെയിമിലാണ് നിങ്ങൾ ആ ഫയലിനെ സേവ് ചെയ്യുക. അതിൻ്റെ എക്സ്റ്റൻഷന് ആ ഒരു പേരിലായിരിക്കണം. ഇതുപോലെ നിങ്ങൾ C പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫയൽ നെയിം .c, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ആണെന്നെങ്കിൽ print.c എന്നുള്ളൊരു ഒരു ഫയൽ നെയിമായിട്ട് നിങ്ങൾ ആ ഫയലിനെ സേവ് ചെയ്യാം. അപ്പോൾ ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .c എന്നായിരിക്കണം. ഇനി നിങ്ങൾ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങൾ ഫയലിനെ കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ്. കമ്പൈലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതുണ്ടോ എന്നുള്ളത് കമ്പൈലർ ചെക്ക് ചെയ്യും. ആക്ച്വലി കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺവേർഷൻ പ്രോസസ്സാണ്. അതായത് നിങ്ങൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഒരു യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് നിങ്ങൾ ഒരു C പ്രോഗ്രാം എഴുതുന്നത്. പക്ഷെ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാകില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് കമ്പൈലേഷൻ, ഓർ അതർവൈസ് കോൾഡ് ഇൻ്റർപ്രട്ടേഷൻ. രണ്ട് ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് വരുന്നത്. ഒന്ന് കമ്പൈലർ ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുന്നുണ്ട്, ഇൻ്റർപ്രട്ടേഷൻ ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുന്നുണ്ട്. C പ്രോഗ്രാമിംഗ് എന്നുള്ളത് ഒരു കമ്പൈലേഷൻ ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നിങ്ങളൊരു C പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിനെ കമ്പൈൽ ചെയ്യാണ് ചെയ്യുക. അതായത് ആ C പ്രോഗ്രാമിനെ ഒരു ഒബ്ജക്റ്റ് കോഡ് ആക്കി കൺവേർട്ട് ചെയ്തു. ദെൻ ആ ഒബ്ജക്റ്റ് കോഡിനെയാണ് നിങ്ങൾ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇൻ്റർപ്രട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിലെ ഓരോ ലൈൻ ബൈ ലൈന് കമ്പൈൽ ചെയ്യും, ദെൻ എക്സിക്യൂട്ട് ചെയ്യും. ഓരോ ലൈന് കമ്പൈൽ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, കമ്പൈൽ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇൻ്റർപ്രട്ടേഷൻ നടക്കുന്നത്. കമ്പൈലേഷൻ ആകുമ്പോൾ എൻറ്റയർ പ്രോഗ്രാം ഒരുമിച്ച് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് അത് പിന്നീട് വേറൊരു ഫയലായിട്ട് കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്ത ഫയലിനെയാണ് പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് കമ്പൈലേഷനും ഇൻ്റർപ്രട്ടേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഫോറിൻ കൺട്രിയിൽ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ചൈന എന്നുള്ള കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് കരുതുക. പക്ഷെ അവിടെ ചൈനയിൽ സംസാരിക്കുന്നത് ചൈനീസ് ലാംഗ്വേജ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് അവിടെയുള്ള ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സംസാരിക്കുന്ന മലയാളം അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിനെ ചൈനീസ് ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുക, ഒരു ഇൻ്റർമീഡിയറ്റ് പേഴ്സണെ വെക്കൂലേ, ഒരു ട്രാൻസ്ലേറ്റർ വെക്കും. നിങ്ങൾ മലയാളം അയാളോട് സംസാരിക്കും, അയാൾ അത് കൺവേർട്ട് ചെയ്തിട്ട് ചൈനീസ് ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ചൈനീസ് പീപ്പിളിനായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളായിട്ട് സംസാരിക്കും. ഇനി തിരിച്ച് അവർ സംസാരിക്കുന്ന ചൈനീസ് ലാംഗ്വേജിനെ തിരിച്ച് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനും നേരെ ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പേഴ്സണോട് ആണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ഇതേപോലെ തന്നെ കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലെവൽ പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ട്രാൻസ്ലേറ്റർ ഈസ് കോൾഡ് ഐദർ ഇൻ്റർപ്രറ്റർ ഓർ കമ്പൈലർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു C പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമ്പൈലർ യൂസ് ചെയ്യാം. കമ്പൈലർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വിൻഡോസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടർബോസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ അതിൽ നിങ്ങൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക. ലിനക്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഉബുണ്ടു, ഡെബിയൻ, ഫെഡോറ ഇതുപോലുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് GCC എന്ന് പറഞ്ഞ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യണം. അത് apt-get എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് GCC കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ CC കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യുക. ഒട്ടുമിക്ക മെഷീനകത്തും ബിൽറ്റിനായിട്ട് അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഈ C പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യാൻ GCC എന്നുള്ള കമാൻഡ് ഉണ്ട്. GCC ഇതിനൊരു സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ്, നിങ്ങൾക്ക് ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ C പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്
ഗൂഗിളിൽ ഓൺലൈൻ സി കമ്പൈലർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലിങ്ക്സ് കിട്ടും. അതിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം അവിടെ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം അതെങ്ങനെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കമ്പൈൽ ചെയ്യാമെന്നുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലിനക്സിൽ എങ്ങനെ ഒരു സി പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ലിനക്സിൽ ടെർമിനൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീൻ കിട്ടും. ഇവിടെ നിങ്ങളുടെ ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ യൂസ് ചെയ്യുന്നത് VI എന്നുള്ള ടെക്സ്റ്റ് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. സോ VI ദെൻ ഫയൽ നെയിം കൊടുക്കുക, VI test.c. ഇനി ഈ കാണുന്ന വിൻഡോയിലാണ് നിങ്ങളെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഗ്രാമിനകത്ത് വരുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ജസ്റ്റ് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് വെൽക്കം എന്നുള്ള ഒരു മെസ്സേജ് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് വെൽക്കം എന്നുള്ള ഒരു മെസ്സേജ് കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്യിക്കുക. അതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് GCC എന്ന് പറഞ്ഞ കമാൻഡാണ്. ഒന്നുകിൽ GCC യൂസ് ചെയ്യാം, അല്ലെങ്കിൽ CC എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. സോ CC ദെൻ സ്പേസ് ഫയൽ നെയിം .c കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കമ്പൈലർ അവിടെ തന്നെ കാണിച്ചു തരും. ഇനി അടുത്ത സ്റ്റേജ് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ./a.out എന്നുള്ള കമാൻഡാണ്. അത് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഓൺലൈനായിട്ട് ഒരു സി പ്രോഗ്രാം എങ്ങനെ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ സിസ്റ്റത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഓൺലൈൻ സി കമ്പൈലറിന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്കിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലിങ്ക് തന്നെ യൂസ് ചെയ്യാം. programmis.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്ത് ഇവിടെ ഓൾറെഡി ഒരു പ്രോഗ്രാം സാമ്പിൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ ഈ സെയിം പ്രോഗ്രാം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു കോഡ് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ടത് റൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇനി അതല്ല പ്രോഗ്രാമിനകത്ത് വല്ല മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എറർ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ നോക്കാം. എന്നിട്ട് എങ്ങനെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള സാമ്പിൾ പ്രോഗ്രാമും ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഓക്കെ, താങ്ക് യു.